ഇന്ന് നമ്മുടെ പ്രത്യേക വിഷയമായിട്ട് നമുക്കുള്ളത് ഈ സഭായോഗങ്ങളിലെ വചന ശുശ്രൂഷകൾ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സങ്കീർത്തനം വായിച്ച് ഒരു ചെറിയ പ്രസംഗം നമ്മളൊക്കെ എല്ലായിടത്തും നടത്താറുണ്ട്. അപ്പം മുറിക്കുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ പ്രസംഗം ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനം വായിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ഒക്കെ നമുക്ക് സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യണം എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. നേരിട്ട് സങ്കീർത്തനങ്ങൾ എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ് സഭായോഗങ്ങളിലാണല്ലോ ഈ സങ്കീർത്തന വായനയോ പാട്ടോ പ്രസംഗമോ ഒക്കെ നടക്കുന്നത്. അപ്പോൾ സഭായോഗങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞ് പോകാം എന്ന് വിചാരിക്കുന്നു. ഞായറാഴ്ച നമ്മളിങ്ങനെ രാവിലെ കൂടുന്നതിന് ആരാധനാ യോഗം എന്ന് പറയാറുണ്ടെന്ന് തോന്നണു അല്ലേ? എവിടെ പോവാന്ന് ചോദിച്ചാൽ ആരാധനയ്ക്ക് പോവാന്നല്ലേ പറയുക അല്ലേ? നിങ്ങൾക്കറിയാമായിരിക്കും അങ്ങനെ ഒരു പ്രയോഗം ബൈബിളിലില്ല. ഉണ്ടോ? സഭ കൂടി വന്ന് ആരാധിച്ചു എന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ പറയണമെന്നില്ല. ഞാൻ ആരാധന എന്ന് പറയുന്നത് തെറ്റാണെന്നൊന്നുമല്ല. എങ്കിലും ചുരുക്കമായിട്ട് ഞാനത് ഒന്ന് പറയട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം എന്താ? ദൈവം ആത്മാവാകുന്നു അല്ലേ? അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ ദൈവത്തെ നമസ്കരിക്കുന്നവർ എന്നാണ് അവിടെ. ഇംഗ്ലീഷിൽ വായിച്ചാൽ അവനെ വർഷിപ്പ് ചെയ്യുന്നവർ എന്നാണ്. നമസ്കരിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് ബൈബിളിൽ വർഷിപ്പ് ചെയ്യുക എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആത്മാവിനും സത്യത്തിലും ദൈവത്തെ നമ്മളൊക്കെ സാധാരണ പറയുന്നത് ആത്മാവിനും സത്യത്തിലും ആരാധിക്കണമെന്നല്ലേ സാധാരണ പറയുന്നത്, നമസ്കരിക്കണമെന്നല്ലല്ലോ. ആണോ? പറയൂ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ പിതാവിനെ നമസ്കരിക്കണമെന്നാണോ പറയാറ്? ആരാധിക്കണമെന്നല്ലേ പറയാറ്? ഈ നമസ്കാരത്തെ എന്തിനാ ആരാധനയാക്കിയത്? ആരാ ആക്കിയത്? മനഃപൂർവ്വം ആക്കിയതാണോ? അതോ ഈ ചില വണ്ടികളുടെയൊക്കെ ഗിയർ സ്ലിപ്പ് ചെയ്യും, സെക്കൻഡ് ഗിയറിലിട്ട് നന്നായിട്ട് ചവിട്ടിയാൽ തന്നെ തേർഡ് ഗിയറിലേക്കോ അല്ലെങ്കിൽ മറ്റേ ഗിയറിലേക്കോ ഒക്കെ മാറും, അങ്ങനെ ആയിപ്പോയതാണോ? എങ്ങനെ ആയിപ്പോയി എന്നുള്ളതറിയാം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് സമരക്കാരിയായ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ഞായറാഴ്ച കൂടി വന്ന് സഭായോഗം കൂടുന്നതിനെക്കുറിച്ചാണോ സംസാരിച്ചത്? ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞായറാഴ്ചയോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലോ കൂടി വന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നാണോ ആയിരുന്നോ സംസാര വിഷയം? അല്ല. അല്ലെങ്കിലപ്പോൾ വലിയ കാര്യമായ പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ പറയുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. അങ്ങനെ ആരാധിക്കുന്നവരാണ് നമ്മൾ. പെന്തക്കോസ്തുകാരാണ് ആണെങ്കിൽ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. ഉദ്ദേശിക്കുന്നത് എന്താ? ഞായറാഴ്ച എന്തോ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. എന്നാൽ ചിന്തിക്കുക, ഈ ആരാധന അല്ലെങ്കിൽ നമസ്കാരം എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കേവലം സഭായോഗങ്ങളിലുള്ള നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചല്ല എന്ന് വിചാരിക്കുക. നമ്മുടെ മുഴുവൻ ജീവിതത്തെക്കുറിച്ചുമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കൊക്കെ പറ്റിയിരിക്കുന്ന തെറ്റ് ചെറുതല്ല. കാരണം 24 മണിക്കൂർ കൊണ്ട് ജീവിതത്തിൽ മുഴുവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ നമ്മളൊരു സഭായോഗത്തിലേക്ക്, ഒരു മീറ്റിങ്ങിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ആരാധന, ഈ നമ്മുടെ സഭായോഗത്തിലുള്ള ആരാധന നന്നായി എന്ന് വെച്ചോ, നന്നായി എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് എന്ത് തോന്നും?
യോഹന്നാൻ 4:24 പറഞ്ഞ കാര്യം നമ്മൾ ശരിക്ക് ചെയ്യാമെന്ന് തോന്നും. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം? ജീവിതം മുഴുവൻ ചെയ്യാൻ പറഞ്ഞ കാര്യം അതിൻ്റെ ഡെഫിനിഷൻ മാറ്റി നമ്മൾ സഭായോഗത്തിൽ ചെയ്തിട്ട് വളരെ നന്നായി നമ്മൾ ചെയ്യുന്നു എന്ന് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ എന്താ അതിന് പറയേണ്ടത്? ഈ എന്താണ് വിഡ്ഢികളുടെ സ്വർഗം എന്ന് പറയുമെന്ന് തോന്നുന്നു. വിഡ്ഢികളുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? അവർ സ്വർഗത്തിലല്ല, പക്ഷെ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സ്വർഗത്തിലാണെന്നാണ്. അത് വരരുതല്ലോ. റോമർ 12:1-2. അധികമൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ബുദ്ധിയുള്ള ആരാധന, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അപ്പോൾ ദൈവമക്കളായ നമ്മൾ ബുദ്ധിയുള്ള ആരാധന ആകണം, അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആരാധന ചെയ്യണം എന്നാണല്ലോ, അല്ലേ? പക്ഷെ ആ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് ഞായറാഴ്ച കൂടുന്നതിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ വീട്ടുപ്രാർത്ഥനയെ കുറിച്ചാണോ, അങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും മീറ്റിങ്ങുകളെ കുറിച്ചാണോ? തീർച്ചയായും അല്ല എന്ന് എല്ലാവരും സമ്മതിക്കും. കമൻറ്റേറ്റേഴ്സിൻ്റെ ഇടയിൽ, വേദവ്യാഖ്യാതാക്കളുടെ ഇടയിൽ ഇത് സംബന്ധിച്ച് തർക്കമൊന്നുമില്ല. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ സൈദ്ധാന്തികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് 12 മുതലുള്ള അധ്യായങ്ങളിൽ എന്താ പറയുന്നത്? ജീവിതത്തിലെ പ്രായോഗികമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വിശ്വാസിയായ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയുടെ പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് പറയുന്ന ആദ്യ വാക്യത്തിലാണ് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അപ്പം ജീവിതം മുഴുവൻ ആരാധനയായിരിക്കേണ്ടതിന് സഭായോഗത്തിലെ പാട്ട്, ചിലപ്പോൾ സഭായോഗം മുഴുവൻ പോലും ഇല്ല, ചിലർക്കൊക്കെ, മിക്കവർക്കും ആദ്യത്തെ അരമണിക്കൂർ 3/4 മണിക്കൂറാണ് ആരാധന. ക്രിസ്തീയ ഗോളത്തിൽ വേല ചിലർക്ക് അപ്പം മുറിക്കുന്നതാണ് ആരാധന. എന്നാൽ എന്താണ് ആരാധന എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പുതിയ കാര്യമല്ലല്ലോ. പക്ഷേ എങ്കിലും അതിൽ നിന്ന് നമ്മൾ കരകയറിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് സംശയം. ഇപ്പോഴും ആരാധന എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ കഴിഞ്ഞ ആ സാധനമാണ് എന്ന് വിചാരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തെറ്റിപ്പോയി എന്ന് മാത്രമല്ല, നമ്മൾക്ക് അടിസ്ഥാനപരമായി തെറ്റിപ്പോയി, ഗൗരവകരമായി തെറ്റിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ അപകടം. ഇന്നത്തെ മീറ്റിംഗ് നന്നായാൽ നമ്മൾ പറയും നമ്മുടെ ആരാധന നന്നായി. ഓർക്കണം, ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 1 മുതൽ 11 വരെയുള്ള വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ദൈനംദിനമുള്ള ജീവിതം, അതാണ് ആരാധന. അപ്പോൾ ഇത് ശരിയായല്ലോ എന്നുള്ളത് വേറെ കാര്യം. ഇത് ശരിയാക്കിയിട്ട് മുഴുവൻ ശരിയായി എന്ന് ചിന്തിക്കുന്ന വലിയൊരു അബദ്ധത്തിൽ നമ്മൾ പെടില്ലേ? അതുകൊണ്ട് ഞാൻ ഗൗരവമായി പറയാറുണ്ട്, ആരാധന എന്നും പറയണ്ട, ആരാധന യോഗമൊന്നും പറയണ്ട. എവിടെ ആരാധന എന്ന് പറഞ്ഞേക്കുന്നത്? ആകപ്പാടെ ഒരു വാക്യം ഉണ്ടെന്ന് വിചാരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചപ്പോൾ അവിടെ ആരാധനയല്ല മലയാളത്തിൽ. എന്തുവാ? നമസ്കാരം. മലയാളത്തിൽ തെറ്റിപ്പോയോ? തെറ്റിയിട്ടില്ല. മലയാളത്തിൽ നമസ്കാരം എന്നുള്ള തർജ്ജമ വളരെ ശരിയായ തർജ്ജമയാണ്. ഗ്രീക്ക് ഭാഷയിലെ പ്രോസ്കൊനയോ എന്നുപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ വളരെ ശരിയായ തർജ്ജമയാണ്. പ്രോസ്കൊനയോ എന്ന് പറഞ്ഞാൽ കുനിയുക, ചുംബിക്കുക, വണങ്ങുക എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ഇത്രയും പറയാൻ ആഗ്രഹിച്ചുള്ളൂ. നമ്മൾ സഭായോഗങ്ങളിലാണ് സങ്കീർത്തനങ്ങൾ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് അതാണ് ആരാധന എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതിയത് വായിച്ചു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: വർഷിപ്പ് ഓൾവേസ് ആൻഡ് മീറ്റ് ടുഗദർ ഓഫൺ. എപ്പോഴും ആരാധന എപ്പോഴും നടക്കട്ടെ. അത് ഉണ്ടായാലും ഉറങ്ങിയാലും എന്ത് ചെയ്താലും അതിനെ ജീവിതത്തെ മുഴുവൻ ആരാധനയാക്കി മാറ്റുക. അതാണ് ക്രിസ്തീയ വിശ്വാസിക്ക് ചെയ്യാനുള്ളത്. കൂടി വരുന്നത് എപ്പോഴും കൂടി വരാൻ പറ്റൂ? വേറെ കാര്യങ്ങൾ ചെയ്യണ്ടേ? സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങളില്ലേ? ബട്ട് മീറ്റിങ്സിൻ്റെ എണ്ണം കൂട്ടുക. മീറ്റ് ഓഫൺ, വർഷിപ്പ് ഓൾവേസ്. ഇത് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോട്ടെ. ഈ സഭായോഗങ്ങൾ നമ്മൾ കൂടുന്നത്
എന്തിനാണ്? അതിനെക്കുറിച്ച് തന്നെ ആളുകൾക്ക് വേണ്ടത്ര അവബോധമില്ല എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള സംസാരങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ഞായറാഴ്ച ദിവസം, ഉദാഹരണത്തിന് അത് തന്നെ പറയാം, അല്ലെങ്കിൽ എന്തിനാണ് വിശ്വാസികൾ കൂടി വരുന്നത്? ആത്യന്തികമായ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 10:31 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. അപ്പോൾ നമ്മൾ സഭായോഗം കൂടുമ്പോഴും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം ദൈവത്തിന് മഹത്വം കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥമുണ്ട്, എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ്, അല്ലേ? അതാ പ്രധാനം. എല്ലാവർക്കും ഈ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വമല്ല, നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു ബഹുമാനവും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. അതെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ നാം ചെയ്യുന്നതെല്ലാം സഭായോഗം അടക്കം ദൈവനാമ മഹത്വത്തിനാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കിട്ടിയല്ലോ, എനിക്ക് മഹത്വം കുറഞ്ഞു പോയാലും അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. 1 കൊരിന്ത്യർ 14 അധ്യായം, അതിനോട് ചേർന്ന് പറയട്ടെ, ഈ സഭായോഗം എങ്ങനെ നടത്തണം, ആദ്യം എന്ത്, രണ്ടാമതെന്ത്, മൂന്നാമതെന്ത്, ഇങ്ങനെ കൃത്യമായൊരു വിവരണം നമുക്ക് പുതിയ നിയമത്തിലില്ല. അതിനെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നത് 1 കൊരിന്ത്യർ 14 നിന്ന് ഒരുപാട് കാര്യങ്ങൾ ശേഖരിക്കാം. അവിടെ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് ശരിയാക്കാനായിട്ടാണ് അപ്പോസ്തലൻ എഴുതിയത് എങ്കിലും അതിൽ നിന്ന് നമുക്ക് 1-ാം നൂറ്റാണ്ടിലൊക്കെ നടന്നിരുന്ന ഒരു സഭായോഗത്തെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഈ വലിയ ആക്സിഡൻ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മനോരമയിലൊക്കെ പടം കണ്ടിട്ടുണ്ടായിരിക്കും. ആ അപകടം എങ്ങനെ ഉണ്ടായി എന്ന ഒരു പടം വരയ്ക്കും. 1, 2, 3, 4. 1 വിമാനം വരുന്നു, 2 വിമാനം സ്ലോ ആകുന്നു, 3 വിമാനം തെറ്റിമാറുന്നു, അല്ലേ? അങ്ങനെ നമുക്ക് അവർ റീസ്ട്രക്ചർ ചെയ്യുകയാണ് കിട്ടിയ വിവരം വെച്ച്. അതുപോലെ നമുക്ക് ഈ 14-ാം അധ്യായമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കൊരിന്തിലെ സഭായോഗം എങ്ങനെ ആയിരുന്നിരിക്കും, എന്തെല്ലാം കാര്യപരിപാടിയിൽ ഉണ്ടായിരുന്നിരിക്കും, ഏതായിരുന്നിരിക്കും ആദ്യം എന്നെങ്ങനെയൊക്കെ ഉള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ഒരു സ്ട്രക്ചർ, ഒരു ഘടന അതിൻ്റെ ഉണ്ടാക്കാൻ സാധിക്കും. 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യവും വായിക്കാമോ? അവിടെ നമ്മുടെ ചോദ്യം, അതിൽ പല ഉത്തരങ്ങളുണ്ട്, എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളതുണ്ട്. എന്നാൽ അതിൽ നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം സഭായോഗത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്യന്തിക ലക്ഷ്യം ദൈവമഹത്വമാണ്. അത് സഭായോഗം മാത്രമല്ല, എല്ലാറ്റിനും അങ്ങനെയാണ്. എന്നാൽ സഭായോഗത്തിനുള്ള പ്രത്യേക ലക്ഷ്യം ഒറ്റ വാക്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അവസാനം? ആത്മീക വർധന ഉണ്ടാകട്ടെ എന്നാണ്. ആത്മീകമായ വർധന ഉണ്ടാകട്ടെ. ആർക്കായിരിക്കും? സഭയ്ക്ക്. കൂടി വന്ന സഭയ്ക്ക് ആത്മീയ വർധന ഉണ്ടാകണം. നമുക്കറിയാം, കൂടി വന്ന സഭ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ കെട്ടിടമല്ല, അവിടെ വന്നിരിക്കുന്ന ആളുകളാണ്. പല വയസ്സിലും പല അവസ്ഥയിലും ഒക്കെയുള്ള വിശ്വാസികളാണ്, സഹോദരി സഹോദരന്മാരാണ് കൂടി വന്നിരിക്കുന്നത്. കഴിയുമെങ്കിലല്ല, എല്ലാവർക്കും എന്തെങ്കിലും ഒരു ആത്മീയമായ വർധനവ് ഉണ്ടാകണം, ഒരു ഗുണം ഉണ്ടാകണം. അതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ പ്രത്യേകിച്ച് സഭയിലെ മൂപ്പന്മാർ ഓരോ സഭായോഗം കഴിയുമ്പോഴും കൃത്യമായി അവലോകനം ചെയ്യേണ്ട ഒരു വിഷയമാണ്, ഇന്ന് നമ്മുടെ സഭയിൽ വന്നിരുന്ന എല്ലാവർക്കും എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഒരുപക്ഷെ രക്ഷിക്കപ്പെടാതെ ഒരാൾ വന്നു, അയാൾക്ക് വല്ല പ്രയോജനം ഉണ്ടായോ? മുതിർന്ന വിശ്വാസികളുണ്ട്, അവർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായിരിക്കുക? കുട്ടികൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് എന്നൊക്കെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. കാരണം ലക്ഷ്യം അതാണ്, എല്ലാവർക്കും ആത്മീക വർധന ഉണ്ടാവുക എന്നുള്ളത്. ഞാനതിനെക്കുറിച്ച് പറയുമ്പോൾ ആത്മീയ വർധന എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്? ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കാറ്?
ഒരു ഉണർവ് അല്ലേ, ഒരു ഉണർവുണ്ടായി. ഇന്നത്തെ യോഗത്തിലൊരു ആത്മീയ വർധന ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു ഉണർവുണ്ടായി. പിന്നെ ഉണർവെന്ന് പറഞ്ഞാൽ ഒരു ഉത്സാഹം അല്ലേ, ഒരു ഉത്സാഹം ഉണ്ടായി. പിന്നെ വേറെന്താ? ആത്മീയ വർധനയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി, ചില സത്യങ്ങൾ മനസ്സിലായി. അത് ആത്മീയ വർധനയാണ്. ഇവിടെ ഗ്രീക്ക് ഭാഷയിലെ ആത്മീയ വർധന എന്ന് എഴുതിയിരിക്കുന്ന ആ വാക്ക് ഇംഗ്ലീഷിൽ എഡിഫൈ എന്നാണ്. ഇംഗ്ലീഷിൽ എഡിഫൈ എന്ന് പറഞ്ഞാൽ തന്നെ കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. വലിയ കെട്ടിടങ്ങളെയൊക്കെ, ചരിത്ര സ്മാരകങ്ങളെ പോലുള്ള വലിയ കെട്ടിടങ്ങളെയൊക്കെ നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ എഡിഫിസ് എന്ന് പറയും. EDIFICE, എഡിഫിസ് എന്ന് പറയും. എന്ന് വെച്ചാൽ കെട്ടിടം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ്. ഓയ്ക്കോ ഡെമോ എന്നാണ്. ഓയ്ക്കോ എന്ന് പറഞ്ഞാൽ വീട്, കെട്ടിടം. ഡെമോ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പോൾ വീട് പണി, കെട്ടിടം പണി എന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ആത്മീയവർദ്ധന എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ കാര്യം നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ആത്മീയവർദ്ധന എന്ന് പറഞ്ഞാൽ വരുന്നവർക്കെല്ലാം ആത്മീയമായ ഗുണം ഉണ്ടാകണം. അവിശ്വാസിക്ക് എന്താ ആത്മീയ ഗുണം ഉണ്ടാവാൻ സാധ്യത? അവൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ മാറണം, അവൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറണം. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ സഭയിലൊക്കെ വന്നിട്ട് അവിശ്വാസികൾ പറയാറുണ്ട്, ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല, അവിടെയൊക്കെ എന്ത് ബഹള, ഇവിടെ ശാന്തമായിട്ടിരുന്ന് എന്നുവെച്ചാൽ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. തെറ്റിദ്ധാരണ മാറി. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്താകുക ആണെന്നും ഒച്ചയെടുക്കുക എന്നാണെന്നും ഒക്കെ ചിന്തിച്ചു കയറുന്നു കൊണ്ടിരുന്ന ഒരാളുടെ തെറ്റിദ്ധാരണ മാറിയെങ്കിൽ അത് നല്ല കാര്യം. അതൊരു ആത്മീയവർദ്ധനയെന്ന് വേണേൽ പറയാം. രക്ഷിക്കപ്പെട്ട ആളുകൾക്കും ശിഷ്യനായി വളരാനുള്ള പ്രോത്സാഹനവും അറിവും ഒക്കെ ലഭിക്കണം. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഭായോഗത്തിൻ്റെ ഉദ്ദേശം. എഡിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ആത്മീയമായ ഉണർവ് എന്നാണ്. എബ്രായർ 10-ാം അധ്യായത്തിൽ എൻ്റെ 24-25 വാക്യങ്ങൾ അറിയാം. എബ്രായർ 10-ന്റെ 24-25 അതും മീറ്റിങ്ങുകളെ കുറിച്ചാണല്ലേ. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ നമ്മൾ ഈ സഭായോഗം എന്ന് നമ്മൾ സാധാരണ നമ്മുടെ ഇടയ്ക്കൊക്കെ പറയുന്നത് ഇപ്പോഴും ഈ ഞായറാഴ്ച കൂടി അപ്പം മുറിക്കുന്ന ആ യോഗത്തെയല്ലേ പറയാറുള്ളൂ. പക്ഷേ ഈ എബ്രായർ 10-ന്റെ 24 ആ വാക്കുകളെ അങ്ങനെ മനസ്സിലാക്കരുത്. കാരണം സഭായോഗം എന്നുള്ളതിന് സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് എക്ലീസിയ എന്നുള്ള വാക്കാണ്. ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്ലീസിയയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. പക്ഷെ ഇവിടെ വാക്ക് എക്ലീസിയ എന്നല്ല. ഇവിടുത്തെ വാക്ക് സിനഗോഗ് എന്നതിനോട് ബന്ധപ്പെട്ട ഒരു വാക്കാണ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ കൂടി വരിക എന്നേ ഉള്ളൂ വാക്കിൻ്റെ അർത്ഥം. അപ്പം നിങ്ങളുടെ സഭായോഗങ്ങളിൽ എന്നുള്ള തർജ്ജമ തെറ്റാണെന്നല്ല. നമ്മൾ സഭായോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച യോഗമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഒന്നിൽ നമുക്ക് കയറ്റിയല്ലേ അവർക്ക് കയറ്റി. നമ്മുടെ കൂടിവരവുകളിൽ, നമ്മുടെ യോഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ മതി. എന്തിനാണ് അവിടെ കൂടി വരുന്നത്? നമ്മൾ കൂടി വരുന്നത് എന്തിനാണ്? സ്നേഹത്തിന് സൽപ്രവർത്തിക്കും അല്ലേ ഉദ്ദേശം. സ്നേഹത്തിന് സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ. അപ്പോൾ സഹോദരൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സഭായോഗങ്ങളിൽ ഉണർവുണ്ടാകണം, അല്ലെങ്കിൽ ഉത്സാഹം ഉണ്ടാകണം. എന്തിനുള്ള ഉത്സാഹം ഉണ്ടാകണം? ഉത്സാഹം എന്ന് പറഞ്ഞാൽ പലതരം ഉത്സാഹം ഉണ്ടല്ലോ അല്ലേ. സ്നേഹത്തിനും സൽപ്രവൃത്തിക്കുമുള്ള ഉത്സാഹമുണ്ട്. അതങ്ങനെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ സഭായോഗം കൂടുന്നത് കൊണ്ട് വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം ഉദാഹരണത്തിന് കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ് വേണ്ടത്. കൂടാനേ പാടുള്ളൂ. കുറയാവുന്ന ഒന്നും അവിടെ നടക്കാൻ പാടില്ല. സഭായോഗത്തെ ക്രമീകരിക്കുമ്പോൾ അങ്ങനെ കൃത്യമായി ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ പ്രസിദ്ധമാണ്. അവിടെ ഒരു സഭായോഗമാണ്, ത്രോവാസിലെ ഒരു സഭായോഗം, അപ്പം മുറിക്കലോട് കൂടിയുള്ള ഒരു യോഗം. നമ്മുടെ പോലെ പകലല്ല, രാത്രിയാണെന്ന് മാത്രം. അന്ന് രാത്രിയായിരുന്നു. രാത്രിക്ക് പ്രാധാന്യമൊന്നും ഉള്ളതുകൊണ്ടല്ല, അവർക്ക് പകലൊരു നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് തീർച്ചയായിട്ടും രാത്രി യോഗങ്ങളെ വിലക്കിയിരുന്നില്ല. അതുകൊണ്ട് അവർ രാത്രിയിൽ കൂടി. അവിടെയും
ക്രമമൊന്നുമില്ല. ആദ്യം എന്താ പാട്ടുപാടി പ്രാർത്ഥിച്ചു അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്കതിൽ ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒരു ദൈവവചനപ്രകാരമുള്ള സഭായോഗത്തെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് പ്രയോജനമായിരിക്കും. നോർമറ്റീവ് അല്ല, അതായത് എല്ലാ സഭായോഗങ്ങളെയും പോലുള്ളൊരു വെറും സാധാരണമായൊരു സഭായോഗമല്ല ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ ത്രോവാസിൽ നടന്നത് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, പൗലോസ് അപ്പോസ്തലനും സംഘവും യാത്രയിലായിരുന്നു. അടുത്ത ദിവസം ഈ സഭായോഗം കഴിഞ്ഞാൽ അടുത്ത ദിവസം താൻ തുടർന്ന സ്ഥലം വിടുകയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രത്യേകതകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഒന്ന് കണ്ട് ചിന്തിച്ചാൽ ഒരു സഭായോഗം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എന്തിനാണ് സഭായോഗം കൂടുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവർക്കും ആത്മീയ വർധന ഉണ്ടാകണം. 2, ഉത്സാഹമുണ്ടാകണം. സൽപ്രവൃത്തിക്കും സ്നേഹത്തിനും ഉത്സാഹമുണ്ടാകണം. പിന്നെ ആത്മീയ വർധന അല്ലെങ്കിൽ ആത്മീയ വളർച്ച ഉണ്ടാകണം. 14-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 14-ന്റെ വേറൊരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പ്രവചനം എന്നുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. 31. താങ്ക് യു. പ്രവചന ശുശ്രൂഷയെ അപ്പോസ്തലനായ പൗലോസ് അവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പക്ഷെ പ്രവചനം കൊണ്ട് എന്താണ് ലഭിക്കുമെന്ന് ചിന്തിക്കുന്നത്? എല്ലാവർക്കും പഠിക്കാൻ. സഭായോഗത്തിന് വരുമ്പോൾ പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറായിട്ട് വരണം. ചിലർ പഠിപ്പിക്കാൻ തന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും ഒന്നും ശ്രദ്ധിക്കുകയൊന്നുമില്ല. നമ്മളെല്ലാം പഠിച്ച ആളാണെന്നുള്ള രീതിയിൽ അങ്ങനെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും പഠിക്കാൻ. പിന്നെ ചിലർ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയില്ലേ, എനിക്കെന്തറിയാനാ അല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, കുറച്ച് പഠിച്ചവർക്ക് ഒട്ടും പഠിക്കാത്തവരെ പഠിപ്പിക്കാമല്ലോ. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സഭായോഗത്തിന് കൃത്യമായി സമയത്തിന് വരുന്ന ആൾ തന്നെ എല്ലാവരെയും ഒരു കാര്യം പഠിപ്പിക്കുക. പ്രസംഗിച്ചല്ല പഠിപ്പിക്കുന്നത്, പ്രവൃത്തിയിൽ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? സഭായോഗം പ്രധാനപ്പെട്ടതാണ്. സഭായോഗത്തിൽ ദൈവം വരെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അതിന് നേരത്തെ തന്നെ വരേണ്ടതാണ്. ആരെങ്കിലും ഒരാളുണ്ടെന്ന് വിചാരിച്ചോളൂ, സഭയിൽ ഒരിക്കലും മുടങ്ങില്ല. അല്ലെങ്കിൽ വല്ലപ്പോഴും എന്നല്ലാതെ മിക്കവാറും ഒരിക്കലും മുടങ്ങാത്ത ചില ആളുകളില്ലേ, അവർക്ക് സഭയെ ഒരു കാര്യം പഠിപ്പിക്കുക പ്രവൃത്തികളിൽ കൂടെ. അപ്പോൾ എല്ലാ പ്രവചനങ്ങളിൽ കൂടെ പഠിക്കാം, പ്രവൃത്തികളിൽ കൂടെ പഠിക്കാം. അങ്ങനെ ഒരു എന്താ പറയുന്നത്, അതിന് എല്ലാം കൂടിയിരുന്ന് പഠിക്കുന്നതിന് എന്താ പറയുന്നത്, കമ്പൈൻഡ് സ്റ്റഡി അല്ലേ, ഒരു ഗ്രൂപ്പ് സ്റ്റഡിയാണ് നമ്മുടെ സഭായോഗങ്ങളിൽ നടക്കുന്നത് അല്ലെങ്കിൽ നടക്കേണ്ടത് എന്ന് അവിടെ വായിച്ചല്ലോ. എല്ലാവരും പഠിക്കേണ്ടതിനും പിന്നെ എല്ലാവരും പ്രബോധനം പ്രാപിക്കേണ്ടതിനും അല്ലേ, എല്ലാവർക്കും പ്രബോധനം ലഭിക്കേണ്ടതിന് എന്നാണ്. അതിന് ഈ പ്രബോധനം ലഭിക്കേണ്ടതിന് എന്നുള്ളത് 31-ാമത്തെ വാക്യത്തിൽ ദാറ്റ് ഓൾ മേ ബി കംഫർട്ടഡ് എന്നാണ്. ഓൾ മേ ബി കംഫർട്ടഡ്, എല്ലാവർക്കും കംഫർട്ട് കിട്ടണം. കംഫർട്ടിനാണ് പ്രബോധനം എന്ന് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാകാതെ വരും, വിഷമം തോന്നും. കംഫർട്ട് എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തുക എന്നാണ്. ആശ്വസിപ്പിക്കുക, ബലപ്പെടുത്തുക. ഈ പ്രബോധനം എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ്. ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ മൗലികമായ അർത്ഥം. ബോധ്യമില്ലാത്ത അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് ബോധ്യപ്പെടുത്തുക, അതാണ് പ്രബോധനം. എന്നാൽ അത് മാത്രമല്ല, ആശ്വാസം എന്നുള്ള ധൈര്യപ്പെടുത്തുക, ഉത്സാഹപ്പെടുത്തുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ആ വാക്കിന് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സഭായോഗം ചെയ്യുന്നത്. ഇനി ഈ സഭായോഗത്തിൽ ഇതൊക്കെ നേടാൻ എന്തൊക്കെയാണ് കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്താവുന്ന ഇനങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. കാര്യപരിപാടിയിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം? 1 കൊരിന്ത്യർ 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് വായിച്ചത്: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും അന്യോന്യം
എങ്ങനെയാ? അങ്ങനെ വെറുതെ പറയണ്ട, നോക്കി വായിച്ച് പറഞ്ഞ്. എഫേസ്യർ 5:19. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സഭായോഗത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സഭായോഗത്തിൻ്റെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സങ്കീർത്തനം വരുന്നത്. ഈ സഭായോഗവും സങ്കീർത്തനവും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പരിപാടിയുണ്ട്, അത് സങ്കീർത്തനം വേണം, അതല്ല. സഭായോഗങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നേടാനാണ് സങ്കീർത്തനങ്ങൾ. അതിലൊരു ഇനമായിട്ടാണ് സങ്കീർത്തനങ്ങൾ വരുന്നത്. സങ്കീർത്തനം മാത്രമല്ല, സങ്കീർത്തനം, സ്തുതി, ആത്മീയ ഗീതങ്ങൾ ഒക്കെയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരുത്തിന് പ്രവചനമുണ്ട്, ഉപദേശമുണ്ട്, പ്രബോധനമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി വേറെ തരത്തിൽ പറഞ്ഞാൽ, ഈ അപ്പം മുറിക്കുന്നത് എന്തിനാണ്? കർത്താവിൻ്റെ അത്താഴം, അതും സഭായോഗത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്താ നേടാനുള്ളത്? ആത്യന്തികമായി ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നാൽ അതുകൊണ്ട് പ്രത്യേകമായി നേടേണ്ടത് എന്താണ് ലക്ഷ്യം? അതല്ല വിഷയം. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നത് വിശ്വാസികളായ ദൈവമക്കളായ നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സാധ്യതകളൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യം പറയാനുണ്ട്. അത് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷേ ഇപ്പോഴല്ല. പക്ഷേ എങ്കിലും ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ദൈവത്തിൻ്റെ മഹത്വം, നമ്മുടെ ആത്മീയ വർധന, ഇത് തന്നെയാണ്. അതുകൊണ്ടും പ്രത്യേകിച്ചൊരു കാര്യം അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശരിയാകുക എന്നുള്ളതാണ്. കർത്താവിനോടും കർത്താവിലൂടെ നമ്മൾ തമ്മിലുമുള്ള ആ വലിയ ബന്ധം, ഉടമ്പടി ബന്ധം, ആ ബന്ധത്തെ ഉറപ്പിക്കുക, ആ ബന്ധത്തെ കുറിച്ച് പറയുക, ആ ബന്ധത്തെ ആഘോഷിക്കുക, ടു സെലിബ്രേറ്റ് ദാറ്റ് വെരി സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ലോകത്തിൽ ആർക്കും ഇല്ലാത്ത നമുക്കുള്ള കർത്താവിനോടുള്ള നമ്മുടെ ആ ഒരു ബന്ധം, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം, അതൊന്ന് ആഘോഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ സ്കൂൾ അടച്ചപ്പോൾ പിള്ളേരെല്ലാവരും വന്നു. 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എന്തിനത് വന്നത്? അവർ ചിലപ്പോൾ അറിയില്ല, വീട്ടിൽ ഞങ്ങൾ കൊടുത്തതിനേക്കാളും നല്ല ഭക്ഷണമായിരിക്കും അവരുടെ വീടുകളിൽ കഴിക്കുന്നത്, അറിയില്ല. എന്തിനാണ് വന്നത്? ഭക്ഷണം കഴിക്കാനല്ല, പക്ഷെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ആ ബന്ധം ഉറപ്പിക്കാനാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നത്, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ, കർത്താവുമായിട്ടുള്ള ബന്ധം ഒന്നാമത്, പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം, അതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ. ശരി, ഞാൻ അടുത്ത സങ്കീർത്തനത്തിലേക്ക് തന്നെ വരാം. നമ്മളുടെ സഭകളിലൊക്കെ നമ്മൾ ഈ ഞായറാഴ്ച കൂടുമ്പോൾ ഒരു സങ്കീർത്തനം വായനയും ആ സങ്കീർത്തനത്തിൽ നിന്നുള്ള പ്രസംഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? അതില്ലാത്ത സഭകളൊന്നുമില്ല, ഇല്ല. എന്നാൽ എല്ലാ സഭകളിലും അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ, നമ്മുടെ സഭകളല്ല, മറ്റ് സഭകൾ വേറെ ഉണ്ടല്ലോ, എല്ലാ സഭകളിലും ഉണ്ടോ? നിങ്ങൾക്കറിയാമോ? ഒരു മുതിർന്ന, ഇപ്പോൾ ഉള്ള ആളല്ല, കഴിഞ്ഞുപോയ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ബ്രദറുകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, പുതിയ നിയമസഭയിൽ സങ്കീർത്തനത്തിൻ്റെ ആവശ്യമില്ലെന്നാണ്. പുതിയ നിയമസഭയിൽ, പഴയ നിയമത്തിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എവിടെ സങ്കീർത്തനം വായനയുള്ളത്? നിങ്ങളൊക്കെ വന്ന സഭകൾ, കത്തോലിക്ക സഭയിൽ സങ്കീർത്തന വായന ഉണ്ടോ? എല്ലാ ഞായറാഴ്ചയും. യാക്കോബ സഭയിലുണ്ടോ? യാക്കോബ സഭയിൽ ഒരു സങ്കീർത്തനമെങ്കിലും വായിക്കും. അത് കത്തോലിക്ക സഭയിലുണ്ടായിരിക്കും. അനുതാപ പ്രാർത്ഥനയുടെ സങ്കീർത്തനമൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്നത് പോലെ സഭായോഗത്തിൻ്റെ ആദ്യം ഒരു സങ്കീർത്തനം വായിക്കുന്ന പരിപാടി അവിടെ ഒന്നുമില്ല. പിന്നെ പ്രോട്ടസ്റ്റന്റ് സഭകളിലൊക്കെ ഉണ്ടോ? നമ്മൾ ചെയ്യുന്ന കൃത്യം അതുപോലെ ചെയ്യുന്ന പെന്തക്കോസ്ത് സഭകളിലുണ്ടോ? അപ്പം ഞാൻ ഇത് ഇത്രയൊക്കെ ചോദിക്കാനുള്ള കാരണം, ഈ സങ്കീർത്തനം എവിടെ നിന്ന് വന്നു നമ്മുടെ സഭാ ആരാധനയിൽ, സഭായോഗത്തിൽ എന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അത് വ്യക്തമായി കാണുന്നതാണ് എഫേസ്യർ 5-ാം അധ്യായത്തിൽ
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾക്ക് സഭയുടെ യോഗങ്ങളിൽ ഒരു പ്രത്യേക ഉണ്ടായിരിക്കണം. അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. പിന്നെ അപ്പോൾ ഒരു ചോദ്യം അതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത്, ഈ സങ്കീർത്തനം എന്നുള്ളത് വായിക്കാനുള്ളതാണോ, പാടാനുള്ളതാണോ, പ്രസംഗിക്കാനുള്ളതാണോ? അതോ ഇത് എല്ലാറ്റിനും ഉള്ളതാണോ? സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ പാട്ടല്ലേ? ബൈബിളിലെ പോയറ്റിക് ബുക്സ്, കവിതാത്മകമായ പുസ്തകങ്ങളിൽ ഒന്നല്ലേ സങ്കീർത്തനം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് പാട്ടല്ലേ, പാട്ടുപുസ്തകമല്ലേ? പാട്ടുപുസ്തകമാണെങ്കിൽ അത് വായിക്കുകയാണോ വേണ്ടത്, പാടുകയാണോ വേണ്ടത്? അല്ല, ചില ആളുകളെല്ലാം പാട്ടുകളൊന്നും വായിക്കുന്നവരുണ്ടെന്നറിയാം, അത് പിന്നെ പാടാൻ കഴിവില്ലാത്തവർ. എങ്കിലും ശരിക്കും എന്താ ചെയ്യേണ്ടത്? എൻ്റെ അറിവിലൊരു പ്രസ്ബിറ്റേറിയൻ സഭകൾ, പല പ്രസ്ബിറ്റേറിയൻ സഭകളുണ്ട്. ഓർത്തഡോക്സ് പ്രസ്ബിറ്റേറിയൻ, ന്യൂ പ്രസ്ബിറ്റേറിയൻ, അതിൽ ഏതാണെന്ന് ഓർമ്മയില്ല, ഏതോ ഒരു പ്രസ്ബിറ്റേറിയൻ സഭയിൽ അവർ ആകെ സങ്കീർത്തനം മാത്രമേ അവർ അവിടെ പാടുകയുള്ളൂ. അത് പാട്ടാണ്. സാംസ് സെറ്റ് ടു മ്യൂസിക്, നല്ല സുന്ദരമായിട്ട് ഓർഗനൊക്കെ വെച്ച് അവരത് പാടും. നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സഭയിൽ സങ്കീർത്തനം പാടുന്നുണ്ടോ? പാടാനുണ്ടാക്കിയ ഒരു പാട്ട് എങ്ങും പാടാതിരിക്കുന്നു എന്ന് പറയുന്നത്, ഞങ്ങൾ നല്ല പലരുണ്ടല്ലോ, യാക്കോബായക്കാർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ഇത് പള്ളിയിൽ സങ്കീർത്തനം വായിക്കുന്നത് ഒരാലാപനമാണ്. പാട്ട് പോലെ വായിക്കുകയാണോ എന്ന് ചോദിച്ചാൽ വായിക്കുകയാണ്, പാടുകയാണോ എന്ന് ചോദിച്ചാൽ പാടുകയാണ്. അതിനൊരു ട്യൂണൊക്കെ ഉണ്ട്, അതിന് ട്യൂണും താളമൊക്കെ ഉണ്ട്. പള്ളിയിൽ 1000 പേരുണ്ടെങ്കിൽ 1000 പേരും ആ ഒരേ താളത്തിലാണ് പറയുക. ആർക്കെങ്കിലും ഇടയ്ക്ക് ഒരാൾ തെറ്റിച്ചാതൊന്നും ആരും അറിയില്ല. അതിന് കൊയറൊക്കെ ഉള്ള പള്ളിയാണെങ്കിൽ അത് കൊയറൊക്കെ മ്യൂസിക്കൊക്കെ ഇട്ട്, പക്ഷേ ഇത് ഇങ്ങനെ വായിക്കും. ചിലപ്പോൾ പാരമ്പര്യം അനുസരിച്ച് ചിലർക്ക് സുറിയാനി താളമായിരിക്കും, ചിലർക്ക് ലത്തീൻ താളമായിരിക്കും എന്നേ ഉള്ളൂ. അപ്പം ഞാനത് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം ഇപ്പം നമ്മുടെ ഇടയിൽ പെട്ടെന്ന് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കുമെന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ സങ്കീർത്തനം പാടാൻ തീരുമാനിച്ചാൽ നടക്കുമോ? അതൊക്കെ നിങ്ങൾ സ്ഥലം സഭകളിൽ തീരുമാനിച്ചോളണം. ഇവിടെ അങ്ങനത്തെ ഒരു തീരുമാനമില്ല. പക്ഷെ ഒരു കാര്യം ശരിയാ, സങ്കീർത്തനം പാടിയാൽ ഒരു തെറ്റുമില്ല കേട്ടോ. പാടുക വേണ്ടത്, അത് പാട്ടാണ്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രീക്കിലെ സാൽമോ എന്നുള്ള വാക്കാണ്. അത് പറയുമ്പോൾ സംഗീത ഉപകരണങ്ങളോട് കൂടെ പാടുക, വാദ്യങ്ങളോട് കൂടെ പാടുക എന്നുള്ളൊരർത്ഥം കൂടി ഉണ്ടെന്നാണ് ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വാദ്യോപകരണങ്ങളോടുകൂടെ നല്ല ട്യൂണിൽ ഭംഗിയായി അർത്ഥപൂർണമായി പാടേണ്ട ഒരു സാധനമാണ് നമ്മളെടുത്ത് എന്ത് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ചില സഭകളിൽ, ചുരുക്കമല്ല, ചില സഭകളിൽ അത് പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. സങ്കീർത്തനം പാട്ടുപോലെ വായിക്കുന്ന സഭകളുണ്ട്. പാട്ടുപോലെ ഒരു ഈണത്തിലിങ്ങനെ വായിക്കാൻ സഹോദരന്മാരെ പഠിപ്പിച്ച് അങ്ങനെ ചെയ്ത് അവർ ആദ്യം തന്നെയല്ല, ഒന്ന് ശീലിച്ചതിന് ശേഷം പിന്നെ സഭായോഗത്തിന് അങ്ങനെ ചെയ്യുന്ന സഭകളുണ്ട്. എനിക്കതിഷ്ടമാണ്. അതാ നല്ലത്, അതാണ് ശരിയെന്നുള്ളൊരു തോന്നലും എനിക്കുണ്ട്. കാരണം ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ്. സങ്കീർത്തനം അങ്ങനെ ഗദ്യം പോലെ വായിക്കുന്നതിനേക്കാൾ അത് കവിതയാണ്. കവിത പോലെ ഒരു രീതിയിൽ പാടുന്നതാണല്ലോ നല്ലത്. അർത്ഥം മനസ്സിലാക്കി വേണം ചെയ്യാൻ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. പാട്ടാവുമ്പോൾ ചിലപ്പോൾ അതിലങ്ങ് അലിഞ്ഞു പോയിട്ട് അല്ലേ, അതിനുള്ളൊരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കേണ്ടി വരും. എങ്കിലും ഒരു 5 പാട്ടുകളാണല്ലോ ഈ ബൈബിളിൽ എഴുതി തന്നേക്കുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. മറ്റതൊക്കെ നമ്മൾ പാട്ട് പാടുമ്പോൾ അതിന് അർത്ഥം അറിഞ്ഞല്ലേ പാടുന്നത്, അങ്ങനെയല്ലേ പാടുന്നത്. യേശുവെ നിൻപാദം കുമ്പിടുന്നതെന്ന് പറയുമ്പോൾ പാട്ടിൽ അലിഞ്ഞ്, പക്ഷേ ആത്മാർത്ഥമായിട്ടല്ലേ പാടുന്നത്. അപ്പോൾ സങ്കീർത്തനം അങ്ങനെ പാടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഭയിൽ നിങ്ങൾ ആലോചിച്ച് ഒരു ഗാനാത്മകമായി സങ്കീർത്തനത്തിൻ്റെ
പാരായണം ആലാപനം നടത്താൻ ഭംഗിയായി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലതാണെന്ന് മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ സഭയിൽ ചെയ്യണം, ഇവിടെ അത് അങ്ങനെ ചെയ്യാൻ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ സങ്കീർത്തനം നമ്മുടെ സഭകളിൽ നമ്മൾ ചെയ്യുന്നത് സങ്കീർത്തനം വായന എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എല്ലാവരും സങ്കീർത്തനം വായിക്കുന്നു. രണ്ട് തരത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. ഒന്ന്, ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ളവർ ആവർത്തിക്കുന്നു. വേറൊന്ന്, അവരവരുടെ ബൈബിളിൽ നിന്ന് ഓരോ വാക്യങ്ങൾ മാറി മാറി വായിക്കുന്നു. രണ്ട് തരത്തിൽ കണ്ടിട്ടുണ്ട്. ഇതിലേതാ നല്ലത്? ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത്, നോർത്ത് ഇന്ത്യയിലൊക്കെ എഴുത്തും വായന അറിയാത്ത ആളുകളുണ്ട്. അവരും കൂടെ പങ്കെടുത്തോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവരെ കൊണ്ട് വായിപ്പിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ആവർത്തിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സഭകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ കണ്ണട വയ്ക്കില്ല, കണ്ണ് കാണില്ല, തുറന്ന് വായിക്കില്ല, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ എല്ലാവരുടെയും പങ്കാളിത്തത്തിന് വേണ്ടി ചിലപ്പോൾ വായിച്ചു കൊടുക്കാറുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ലീഡ് ചെയ്യുന്ന ആൾ വായിച്ച് സഭ അത് ആവർത്തിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു ഭംഗി മറ്റതിൽ ഉണ്ടാക്കാം. പക്ഷെ അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശീലിച്ചവർ ചെയ്യും, അത് സഭകളിൽ ശീലിച്ച് അവർ ചെയ്യും. പക്ഷെ അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും നേരത്തെ തീരുകയും വൈകി തീരുകയും ഒക്കെ ചെയ്യുന്ന അതുകൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏതായാലും ഭംഗിയായിട്ട് ചെയ്യണം എന്ന് മാത്രം ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. രണ്ടിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. പിന്നെ ഈ സങ്കീർത്തനം വായിച്ചിട്ട് അവിടെ ഒരു പ്രസംഗം ചെയ്യുന്നു. സങ്കീർത്തനത്തിൽ നിന്നുള്ള ആശയങ്ങൾ എടുത്തിട്ടുള്ള ഒരു പ്രസംഗം ചെയ്യുന്നു. അങ്ങനെ സങ്കീർത്തനം വായിച്ച് ഒരു പ്രസംഗം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ സഭകളിൽ ഇപ്പോൾ നിർബന്ധമാണ്. ഞാനതല്ല ചോദിക്കുന്നത്. വചനപ്രകാരം അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സഭായോഗമായാൽ സങ്കീർത്തനം വായിച്ച് അതിൽ നിന്നൊരു പ്രസംഗം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു കൽപ്പന ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിത് കണ്ട് സങ്കീർത്തനം വേണം. കാരണം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും അന്യോന്യം സംസാരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അത് വേണം. ഈ സങ്കീർത്തനത്തിൽ നിന്നൊരു പ്രസംഗം വേണമെന്നുള്ളത് ഞാനിത് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കരുത്. ഇനി ആ പ്രസംഗം തന്നെ അങ്ങ് നിർത്താൻ പറഞ്ഞു പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാനീ പറയുന്ന ഈ സെഷൻ്റെ തന്നെ ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ല, അതല്ല എൻ്റെ ഉദ്ദേശം. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സങ്കീർത്തനം എന്ന് നമ്മൾ പറയുന്ന ആ സാധനം, അത് യഥാർത്ഥത്തിൽ ഒരു പ്രസംഗിക്കാനുള്ള സമയമായിട്ട് എടുക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെ ഒരു പ്രസംഗം സഭായോഗത്തിൽ അത്യാവശ്യമായിട്ടുള്ളതല്ല വചനപ്രകാരം. പിന്നെ എന്താ നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ, അതിന് ഗുണമുണ്ട്, അതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? എൻ്റെ മനസ്സിലുള്ളത്, എന്തിനാണ് നമ്മൾ സങ്കീർത്തനം അങ്ങനെ പാടുകയോ വായിക്കുകയോ അങ്ങനെ ഈണത്തോടുകൂടെ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നത്? എന്തിനാ പാട്ട് പാടുന്നത്? എന്തിനാ ആത്മീയ ഗീതങ്ങൾ എന്തിനാ? ദൈവത്തെ സ്തുതിക്കുക, അതാണതിൻ്റെ. അപ്പോൾ ഈ സങ്കീർത്തനങ്ങളൊക്കെ നല്ല പാട്ടുകളാണ്. യഥാർത്ഥത്തിൽ ഭക്തന്മാരെഴുതിയ പാട്ടുകളാണ്, ആത്മപ്രേരിതമായ പാട്ടുകളാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് സങ്കീർത്തനം നമ്മൾ വായിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, എന്തിനാണോ പാട്ട് പാടുന്നത് അതിന് തന്നെ സങ്കീർത്തനം വായിക്കുന്നത്. സങ്കീർത്തനം വായിക്കുന്നത് ഇപ്പോൾ അടുത്ത് പ്രസംഗിക്കാനാണെന്ന് ചിന്തിക്കരുത്. അപ്പോൾ ആത്മാർത്ഥമായി സങ്കീർത്തനത്തിലെ വാക്കുകൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ ഭാഗമായി പാട്ടെന്ന പോലെ തന്നെ പാടാൻ നമുക്ക് സാധിക്കണം. അതുപോലെ സങ്കീർത്തനം നമ്മുടെ ഇടയിൽ സങ്കീർത്തനത്തിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ് ഇനി പറയാനുള്ളത്. ഈ പലപ്പോഴും അത് വേണ്ട പോലെ ആകാത്തത് ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ടാകാൻ സാധ്യതയുണ്ട്. പറയുന്ന ആൾ അതിനെ ഒരു പ്രസംഗമായിട്ടാണ് കാണുന്നത്. ചില സമയങ്ങളിലൊക്കെ അത് എനിക്ക് കിട്ടിയ ഒരവസരമാണ് എന്നും കൂടെ അങ്ങ് ചിന്തിക്കും. എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണ്. വലിയ സഭയൊക്കെ ആണെങ്കിൽ 3-4 മാസത്തിൽ ഒരിക്കലേ കിട്ടുകയുള്ളൂ. ചെറിയ സഭയാണെങ്കിൽ പറഞ്ഞ് മടുത്തവരും ഉണ്ടാവും, പലതരത്തിലുണ്ടാവും. ഏതായാലും ഇത് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്,
ഞാനത് പറയാൻ കാരണം ചിലപ്പോഴെങ്കിലും പരാതികളൊക്കെ കേട്ടിട്ടുണ്ട്. ബ്രദറെ, എനിക്കൊരു സങ്കീർത്തനം തന്നിട്ട് എത്ര നാളായി എന്നറിയാമോ? ഇവിടെ മൂപ്പന്മാരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റിൽ എൻ്റെ പേരില്ല. അപ്പോൾ അതൊരു അവകാശമായിട്ട് ഒക്കെ ചിന്തിക്കാനിടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയണം ഈ സങ്കീർത്തനം എന്തിനാണ്. അത് പറഞ്ഞു, അത് സങ്കീർത്തന പാട്ട് പോലെ തന്നെ ദൈവ ആത്മ പ്രേരിതമായ പാട്ടുകളാണ്. ആ പാട്ടുകൾ പോലെ ധൈര്യമായിട്ട് പാടാവുന്ന പാട്ടുകളില്ല. പാഠ്യപുസ്തകത്തിലുള്ള എല്ലാ പാട്ടുകളും നമുക്ക് പാടാൻ പറ്റില്ല. അത് ആരാണ് എഴുതിയത്, എന്താണ് എഴുതിയത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പാടണം. ഇന്ന് പാലക്കാടായിരുന്നു ഞാൻ. പാലക്കാട് കേട്ട ഒരു പാട്ട്, ഒന്നുമില്ലായ്കയിൽ എന്നങ്ങനെ ഒരു പാട്ടില്ലേ, ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ. നല്ല പാട്ടല്ലേ, എല്ലാവരും പാടുന്നതല്ലേ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നാണോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിൽ നിന്ന് മണ്ണെടുത്തല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നെന്തിനാ അങ്ങനെ പാടുന്നത്? അത് അത്രയൊന്നും ആലോചിച്ചില്ല അല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കിയ മണ്ണിൽ നിന്നൊന്നും ഉദ്ദേശിച്ചാണോ? ഒന്നുമല്ലതേ, പാടി നല്ല പാട്ടാണ്, കുഴപ്പമില്ല, പാടി അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും പാടാൻ നമുക്ക് അനുവാദമില്ല കേട്ടോ. നമ്മൾ പാടുന്നതിന് നമ്മൾ ഉത്തരവാദിയാണ്. നമ്മൾ ട്രാക്റ്റ് കൊടുക്കുന്നതിന് നമ്മൾ ഉത്തരവാദിയാണെന്ന് ഞാൻ പറയാറുണ്ട്. വായിച്ചു നോക്കി നമ്മളെ യോജിപ്പില്ലാത്തത് കൊടുക്കരുത് എന്ന് പറയുന്ന പോലെ ദൈവവചന പെന്തക്കോസ്തുകാരുടെ പാട്ടുകളെല്ലാം നമുക്ക് പാടാൻ പറ്റില്ല. ചിലത് പാടാം, മാർത്തോമാക്കാരുടെ ചിലത് പാടാം, ബ്രദറുകാരുടെ മിക്കതും പാടാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിക്കുമ്പോൾ സങ്കീർത്തനം അങ്ങനെ തന്നെയാണ്. സങ്കീർത്തനം ധൈര്യമായിട്ട് പാടാവുന്ന പാട്ടുകളാണ് സങ്കീർത്തനങ്ങൾ. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഈ ചെറിയൊരു ലഘു പ്രസംഗം, ഒരു ലഘു സന്ദേശം അതിനോട് ചേർന്ന് നൽകുന്നത് എന്തിനാണ്? ഞാനതിനെ മനസ്സിലാക്കുന്നത്, സങ്കീർത്തനം 100-4-5 ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 100-ാം സങ്കീർത്തനം 4-5. അപ്പോൾ സഭായോഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സങ്കീർത്തനം വെച്ച് പാട്ട് പാടുന്നതിൻ്റെ ആശയമാണ് ഇവിടെ പറയുന്നത്. നമ്മളെപ്പോഴും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, സാന്നിധ്യബോധത്തോടു കൂടിയാണ്. അത് വളരെ അത്യാവശ്യമാണ്. എന്നിരുന്നാലും സഭായോഗത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് ന്യായമുണ്ടല്ലോ. കർത്താവ് പറഞ്ഞല്ലോ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, അപ്പോൾ അതിനു മുമ്പില്ലായിരുന്നോ? കൂടി വരുന്നതിന് മുമ്പില്ലായിരുന്നോ കർത്താവ് എന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, ഉണ്ട് മോനെ, പക്ഷെ നിങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ കുറച്ച് പ്രത്യേകമായൊരു സാന്നിധ്യം ഉണ്ടെന്നല്ലേ കർത്താവ് പറയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ യഹൂദന്മാരുടെ ഭാഷയിൽ പ്രാകാരത്തിലേക്ക്, ദേവാലയത്തിലേക്ക് ഒക്കെ പ്രവേശിക്കുക. നമ്മുടെ ഭാഷയിൽ ദൈവസഭയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ദൈവിക സാന്നിധ്യമുള്ള സ്ഥലത്തേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തോട് കൂടുതൽ അടുത്തങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ പ്രവേശിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് 100-ാം സങ്കീർത്തനത്തിൽ. സ്തോത്രത്തോടും സ്തുതിയോടും നന്ദിയോടും കൂടെ പ്രവേശിക്കുക. അതാണ് അവിടെ ചെയ്യേണ്ടത്. നമ്മുടെ സഭായോഗങ്ങളുടെയൊക്കെ ആദ്യത്തെ മിക്ക സ്ഥലങ്ങളിലും ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ ചുരുങ്ങിയത് 3/4 മണിക്കൂർ, ചില സ്ഥലത്തൊക്കെ 1 മണിക്കൂർ ഈ പാട്ടും പിന്നെ ഈ സങ്കീർത്തനം വായനയും അതിൽ നിന്നുള്ള പ്രസംഗവും പഠനവും ഒക്കെ ആകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഉദ്ദേശം മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം കാര്യമായിട്ടുണ്ട്. അത് നമ്മുടെ സഭായോഗത്തിലേക്ക്, നമ്മളെ സഭയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് സ്തോത്രത്തോടുകൂടെ പ്രവേശിക്കുകയാണ്. അതിന് ആണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാ സങ്കീർത്തനം? സങ്കീർത്തനങ്ങളെന്ന് പറയുന്നത് അത് ഈ എല്ലാ സങ്കീർത്തനങ്ങളും സഭായോഗത്തിൽ വായിക്കാൻ, ആലാപനം ചെയ്യുവാൻ ഒരുപോലെ ഉപയുക്തമായ സങ്കീർത്തനങ്ങളല്ല. ഏതെങ്കിലും ഒന്ന് വായിക്കുന്നത് തെറ്റാണെന്നല്ല, എന്നാൽ ഒരുപോലെ ഉപയുക്തമായ ഉചിതമായ സങ്കീർത്തനങ്ങളല്ല. സ്തോത്ര സങ്കീർത്തനങ്ങളാണ് നമ്മൾ അതിനായിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്തോത്രത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ആ സങ്കീർത്തനം
വായിച്ച് അതിൽ നിന്ന് അർത്ഥങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം. ഇനി അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പം വരണമെന്നില്ല. കാരണം നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോഴൊക്കെ സങ്കീർത്തനം വായിക്കുന്നില്ലല്ലോ. ഒരു കുഴപ്പം വരണമെന്നില്ല. പക്ഷെ വരാവുന്ന ഒരു കുഴപ്പം, ലോകത്തിൽ ഒരുപാട് വന്നിട്ടുള്ളൊരു കുഴപ്പമാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ചെയ്യുമ്പോൾ അതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവവചനപ്രകാരം ആകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ വേറൊരു കാര്യം ഒരു പറയാം, നമ്മൾ ചില സഭകളിലൊക്കെ ഇങ്ങനെ സാക്ഷ്യം പറയാനെന്ന് പറഞ്ഞ അവസരം കൊടുക്കും ആളുകൾ, അല്ലേ? സാക്ഷ്യം പറയുമ്പോൾ എന്ത് സാക്ഷ്യം പറയുന്നത്? അസുഖം വന്ന് മാറിയ കാര്യം പറയും, അല്ലേ? എന്തെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായ കാര്യം പറയും, തോറ്റു പോകുമെന്ന് വിചാരിച്ച പരീക്ഷ ജയിച്ച കാര്യം പറയും. ഇങ്ങനെ ഈ ഇനത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ലേ പറയുന്നത്, അല്ലേ? ആത്മീയമായ വളർച്ച ഉണ്ടായ കാര്യമോ, പുതിയൊരു സത്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്നുള്ള സാക്ഷ്യമോ, അല്ലെങ്കിൽ നല്ലൊരു തീരുമാനം എടുത്തു, കർത്താവിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചു, കൂടുതൽ പോകാൻ തീരുമാനിച്ചു എന്നൊക്കെ സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കുറവല്ലേ? ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ അതാ ഈ അപകടം. ആ അപകടം വരാതിരിക്കാനാണ് സങ്കീർത്തനം നമുക്കൊരു മോഡൽ സ്തോത്രമാണ്, നമുക്കൊക്കെ മാതൃകയായിട്ടുള്ള സ്തോത്ര പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനങ്ങളിലെ മാതൃക പിൻപറ്റി നമുക്ക് സ്തോത്രം ചെയ്യാനാണ് ഈ സങ്കീർത്തനം, ഓരോ സങ്കീർത്തനങ്ങൾ നമ്മൾ അങ്ങനെ വായിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക്, ആ കാര്യത്തിന് യോജിക്കുന്ന സ്തോത്ര സങ്കീർത്തനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്ര സങ്കീർത്തനങ്ങൾ അതിന് പറ്റിയത് ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്തോത്ര സങ്കീർത്തനങ്ങളായി നമുക്ക് ഇത് തന്നെ തിരഞ്ഞെടുക്കണമെന്നോ വേറെ തിരഞ്ഞെടുക്കണമെന്നോ ഒന്നും അല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ഉദാഹരണത്തിന് ചില സ്തോത്ര സങ്കീർത്തനങ്ങൾ ഏതാണെന്നുള്ളത് ജോമി സഹോദരനോട് പറഞ്ഞിട്ടുണ്ട്. സോമി സഹോദരൻ ഇപ്പോൾ ഇവിടെ വന്ന് അതിനെക്കുറിച്ച് അത് പറയുന്നതാണ്. ബൈബിളിലെ ഏത് സങ്കീർത്തനവും നല്ലതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേക ഉദ്ദേശത്തിനായിട്ടാണ് നാം സങ്കീർത്തനങ്ങൾ വായിക്കുന്നത് എന്നതുകൊണ്ട് അതിനുവേണ്ടി യോഗ്യമായിട്ടുള്ള ചില സങ്കീർത്തനങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നതും വായിക്കുന്നതും നല്ലതായിരിക്കും. നമുക്കറിയാം, ബൈബിളിലെ സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ പൊതുവെ ചിന്തിച്ചപ്പോൾ 6-7 വിധത്തിലുള്ളതായിരിക്കുന്ന സങ്കീർത്തനങ്ങളുണ്ട്. പൊതുവെ പല ആളുകൾ അംഗീകരിച്ചിട്ടുള്ളതായിരിക്കുന്ന വിഭജനങ്ങളാണ് അതൊക്കെ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞിട്ട് സ്തോത്ര സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഈ വിലാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം സങ്കീർത്തനങ്ങളുണ്ട്. ഏകദേശം 1/3 സങ്കീർത്തനങ്ങളും ആ ഒരു ഗണത്തിലാണ് പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിലാപ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പേര് പോലെ തന്നെയാണ്, ഒരു കരച്ചിലിൻ്റെയും നിലവിളിയുടെയും ഒക്കെ ശബ്ദമാണ്. അത് തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ തുടങ്ങുന്ന ഒന്നെങ്കിൽ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അയ്യോ, ആ രീതിയിലുള്ള ഒരു വേദനയുടെയും കഷ്ടതയുടെയും ഒക്കെ രംഗങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രയോഗങ്ങളിലൂടെ ആയിരിക്കും ആ സങ്കീർത്തനങ്ങൾ തുടങ്ങുന്നത്. എന്നാൽ അതിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇന്നിങ്ങനെ വായിക്കുകയുണ്ടായി. അപ്പോൾ വായിച്ചപ്പോൾ എന്തുകൊണ്ട് വിലാപങ്ങൾ നമ്മൾ പാടുന്നില്ല എന്നാണ് ഞാൻ വായിച്ച ആർട്ടിക്കിളിൻ്റെ ഹെഡിങ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ വിലാപ സങ്കീർത്തനങ്ങൾ സഭകളിൽ വായിക്കാനായിട്ട് സാധിക്കും, പക്ഷേ ഒരു ശരിയായ ഒരുക്കം അല്ലെങ്കിൽ ഈ വിലാപ സങ്കീർത്തനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് പറയാനായിട്ട് എന്നുള്ളതാണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സങ്കീർത്തനം ഉണ്ടല്ലോ, എവിടെയാണ് 130 എത്രയിലാണെന്നോ എൻ്റെ ഓർമ്മ, അവിടെ ഒരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ മക്കളെ പാറമയെ പിടിച്ച് അടിച്ച് കളയിട്ടുന്നോ കൊന്നു കളയിട്ടുന്നൊക്കെ പറഞ്ഞൊരു വാക്യമുണ്ട്. അത് 137 നിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ച് കളയുന്നവൻ ഭാഗ്യവാൻ എന്നാണ്. അപ്പോൾ അത് ഒരു വിലാപത്തിൻ്റെ ഭാഗമായിട്ട് ഹൃദയത്തെ എക്സ്പ്രസ് ചെയ്തതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സങ്കീർത്തനമായിട്ട് സഭയിൽ വായിക്കാൻ പറ്റുമോ, അതിനകത്തുനിന്ന് എന്താ പറയേണ്ടതെന്നൊക്കെയുള്ളതായിരിക്കുന്നൊരു ചോദ്യം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഈ വിലാപ സങ്കീർത്തനങ്ങൾ ആദ്യം ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, പിന്നെ കഷ്ടതയുടെയും വേദനയുടെയും ഒരു വിവരണം പറയുന്നുണ്ട്, ദൈവത്തിലുള്ളതായിരിക്കുന്ന ഒരു ആശ്രയം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയും പറയുന്നുണ്ട്. അപ്പോൾ ഈ വിലാപ സങ്കീർത്തനങ്ങൾ നമുക്ക് സഭയിൽ വായിക്കാമെന്ന് ചോദിച്ചാൽ വായിക്കാം, പക്ഷേ വായിക്കുമ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, പിന്നെ അത് ഒരു കഷ്ടതയുടെയും വേദനയുടെയും വിവരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നീട് ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
അതുപോലെ ദൈവത്തിൻ്റെ വിശ്വസ്തത. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ എടുത്ത് പറയാൻ സാധിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ശരിയായ നിലയിൽ പഠിച്ച് ഒരുങ്ങി ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളുകൾക്ക് ഈ വിലാപ സങ്കീർത്തനങ്ങളും സഭയിൽ വായിക്കാം. അതിനകത്ത് തെറ്റൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ അത്രയും പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വിലാപ സങ്കീർത്തനങ്ങളാണ് ഒരുപാടുള്ളത്. എന്നാൽ വിലാപ സങ്കീർത്തനങ്ങളിൽ തന്നെ ചിലത് സ്തോത്ര സങ്കീർത്തനങ്ങളായിട്ടും സ്തുതിയുടെ സങ്കീർത്തനങ്ങളായിട്ടും എടുത്ത് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നതാണ് നമ്മളിവിടെ പറഞ്ഞ സ്തുതിയുടെ സങ്കീർത്തനം, അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടി ഉള്ള, അല്ലെങ്കിൽ സ്തുതിയുടെ ഗീതങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ പാഠപുസ്തകത്തെക്കുറിച്ചല്ല, സ്തുതിഗീതങ്ങൾ എന്ന സങ്കീർത്തനങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഊന്നി പറയുന്ന കാര്യങ്ങളായിരിക്കും ആ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത. യഹോവയെ സ്തുതിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന ധാരാളം സങ്കീർത്തനങ്ങൾ നമ്മളുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഈ വിലാപ സങ്കീർത്തനവും സ്തുതി സങ്കീർത്തനവും തമ്മിലായിരിക്കും വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് രണ്ട് എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. വിലാപ സങ്കീർത്തനം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു ഹൃദയത്തിൻ്റെ എക്സ്പ്രഷനും, അതുപോലെ സ്തുതിഗീതം എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് എത്തിയിട്ടുള്ളതായിരിക്കുന്ന ഹൃദയത്തിൻ്റെ എക്സ്പ്രഷനുമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഈ സ്തുതിഗീതങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ മഹത്വം എന്താണ്, അതായിരിക്കും ഈ സങ്കീർത്തനങ്ങളുടെ മുഖ്യ പ്രതിപാദ്യ വിഷയം. അപ്പോൾ അതാണ് നമ്മൾ വാസ്തവത്തിൽ സഭായോഗങ്ങളിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏൽപ്പിച്ച മുമ്പേ ചോദിച്ചപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് ഈ സങ്കീർത്തനങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ആ ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സഭയിലുള്ളതായിരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ സങ്കീർത്തനം വായിക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, എന്താണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് ഒരു കേൾവിക്കാരന്, അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷത്തിൽ ഒരു പെട്ടെന്ന് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലായെന്ന് വരികയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൂടി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം. എന്തിനാണ് ഈ സങ്കീർത്തനം വായിച്ചത്, ഈ സങ്കീർത്തനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയെടുക്കണം. അതിന് സഹായകരമായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ പങ്കുവയ്ക്കേണ്ടത്. അല്ല സങ്കീർത്തനം പഠിപ്പിക്കാൻ വേണ്ടിയല്ല. ചിലർ സങ്കീർത്തനം എടുത്തു കഴിഞ്ഞാൽ ചാൾസ് സ്പർജൻ എഴുതിയ ഏതെങ്കിലും കമൻട്രിയുടെ ഒരു അധ്യായമാണ് വന്നങ്ങ് വായിച്ച് കേൾപ്പിച്ചിട്ട് അങ്ങ് പോകും. അല്ലെങ്കിൽ വേറെ ആരോ എഴുതിയൊരു സങ്കീർത്തന വ്യാഖ്യാനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഏതൊരു പത്തനാപുരം ഒരു ബ്രദർ എഴുതിയൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അധ്യായം അങ്ങ് വായിച്ച് കേൾപ്പിച്ചിട്ട് പോകാം. ഞാൻ പലയിടത്തും ചെന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതൊക്കെ എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ എന്ന് ഓർത്ത് വീട്ടിൽ വന്ന് മൊബൈലെടുത്ത് ചില വീഡിയോ ഒക്കെ പരിശോധിക്കുമ്പോഴാണ് അതൊന്ന് അവർ വീഡിയോയിൽ കേട്ട മെസ്സേജ് അവരൊന്ന് എഴുതിയെടുത്തത് മാത്രമുള്ള വ്യത്യാസമുള്ളൂ. അല്ലാതെ ഒരു വാക്കുപോലും വ്യത്യാസം വരാതെ കോപ്പി അടിച്ച് പറഞ്ഞിട്ട് പോകുന്നതായിട്ടുള്ള ആളുകളെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന അബദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് സഭകളിൽ നമ്മൾ സങ്കീർത്തന ചിന്തകൾ പറയാനായിട്ട് വെച്ചിരിക്കുന്നത്. എന്തിനാ ഈ വായിച്ച സങ്കീർത്തനത്തിൽ നമ്മൾ ഒരു ദിവസം സഭയിൽ വായിക്കുന്ന സങ്കീർത്തനത്തിൽ അവിടെ എന്താണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ ധാരാളമുണ്ട്. അത് ഇപ്പോൾ കൃത്യമായിട്ടൊരു സങ്കീർത്തനം ഇത് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ചില വാക്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ വന്നേക്കാം. എങ്കിലും പൊതുവിൽ നമുക്ക് പറയാൻ സാധിക്കും 23-ാം സങ്കീർത്തനം, 24-ാം സങ്കീർത്തനം, 33, 34, 46, 67, 76, 95, 100, 103, 104, 111, 117, 139, 145 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ. ഇതൊക്കെയാണ് പൊതുവെ സ്തുതിഗീതങ്ങൾ എന്നുള്ളതായിരിക്കുന്ന കാറ്റഗറിയിൽ അറിയപ്പെടുന്ന സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങളിലൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, പല സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നത് മുന്നമേ ഞാൻ പറഞ്ഞ പോലെ യഹോവയെ സ്തുതിപ്പീൻ, അല്ലെ ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു ആഹ്വാനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ സങ്കീർത്തനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനുള്ള സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ആദ്യമേ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ ആ സങ്കീർത്തനങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. ഇതിനോട് ചേർന്ന് വരുന്ന സ്തുതി സങ്കീർത്തനങ്ങളോട് ചേർന്ന് വരുന്ന മറ്റൊരു സങ്കീർത്തന വിഭാഗം എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗ് ആണ്. നന്ദി പറയുന്ന, അല്ലെ സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തനങ്ങളാണ്. അത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് വ്യക്തിഗതമായ നന്ദി പറയുന്ന സങ്കീർത്തനങ്ങളുണ്ട്, മറ്റൊന്ന് ഒരു സമൂഹമായി ദൈവത്തിന് നന്ദി പറയുന്ന സങ്കീർത്തനങ്ങളുമുണ്ട്. അങ്ങനെയുള്ള സങ്കീർത്തനങ്ങളാണ് 4-ാമത്തെ സങ്കീർത്തനം, 16-ാമത്തെ സങ്കീർത്തനം, 18-ാമത്തേത്, 30, 40, 64, 65, 66, 75, 92,
107, 116, 118, 124, 138. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ എന്താണ് ദൈവത്തിന് നന്ദി പറയുന്ന, ഒന്നെങ്കിൽ സമൂഹമായി ഇസ്രായേൽ സഭ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സങ്കീർത്തനം എഴുതിയതായിട്ടുള്ള ആ വ്യക്തി ഒറ്റയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ചില വിലാപ സങ്കീർത്തനങ്ങളിൽ തന്നെ നന്ദിയുടെ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നൽകിയ ക്ഷമയെക്കുറിച്ച് ഓർത്ത്, അല്ലെ ദൈവം നൽകുന്ന ഇപ്പോൾ ദാവീദ് പാപം ചെയ്തതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനം ഒരു വിലാപ സങ്കീർത്തനവുമാണ്, അല്ലെങ്കിൽ ഒരു പശ്ചാത്താപ വിലാപമാണ്. അതിനോട് ചേർത്ത് തന്നെ അതിനകത്ത് നന്ദിയും പറയുന്നുണ്ട്. കാരണം എന്താ, ദൈവം തനിക്ക് നൽകിയ സ്വസ്ഥതയെക്കുറിച്ച്, ദൈവം തനിക്ക് നൽകിയ സമാധാനത്തെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ സങ്കീർത്തന ചിന്തകൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ ഒരു വിവേചനം നമ്മൾ ഉപയോഗിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ വാക്യങ്ങളെക്കുറിച്ചും പറയാനായിട്ട് പോകാതെ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന സങ്കീർത്തനത്തിനകത്ത് നിന്ന് പൊതുവിൽ ദൈവത്തെ സ്തുതിക്കാനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുമാതിരിയുള്ള ഏത് സങ്കീർത്തനവും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ അതിനൊന്നും മെനക്കെടുകയില്ല. സങ്കീർത്തനം വായിക്കുമ്പോൾ ഒന്ന് വായിക്കും, രണ്ടാമത്തെ സങ്കീർത്തനം ഷെയർ ചെയ്യുന്നയാൾ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വാക്യം തന്നെ ഒന്നുകൂടെ വായിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് ആ വാക്യം ഒന്ന് വായിക്കും. അങ്ങനെ 2-3 തവണ ഈ സങ്കീർത്തനം മുഴുവൻ വായിച്ച് കേൾപ്പിച്ചിട്ട് ആൾ ഇരിക്കുന്നതല്ല, വേറെ ചെയ്യുന്നില്ല. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതിയാവും. വേറൊരു കാറ്റഗറിയിൽ പെട്ടത് എന്താണ്, റോയൽ സയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ രാജകീയ, ദൈവത്തിൻ്റെ രാജ്യത്വത്തെയും ഉടമ്പടികളെയും കുറിച്ച് പറയുന്ന സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സങ്കീർത്തനങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ അതിനോട് ചേർത്ത് മശീഹിക സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന, അല്ലെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള സങ്കീർത്തനങ്ങളും ഉണ്ട്. അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ആ ഒരു ലിസ്റ്റിലുള്ളത്. 2-ാമത്തെ സങ്കീർത്തനം 18, 20, 21, 45, 72, 101, 110, 132, 144 ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ അങ്ങനെ ദൈവിക ഉടമ്പടികളെക്കുറിച്ചും ദൈവിക രാജ്യത്വത്തെക്കുറിച്ചും ഒക്കെ പറയുന്നതായിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ അതിൽ ദൈവം രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന പ്രസ്താവനകൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ രാജ്യത്വത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളും സങ്കീർത്തനങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ നമ്മളെടുത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. ദൈവം രാജാവാണെന്നുള്ളതായിരിക്കും സത്യം. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഊന്നൽ നൽകി പറയുന്നതായിട്ടുള്ള സത്യങ്ങൾ, അതുപോലെ സർവ്വപ്രപഞ്ചത്തിന് മീതെയുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഘോഷിക്കുന്നതായിട്ടുള്ള പ്രസ്താവനകൾ, അതെല്ലാമാണ് ഈ സങ്കീർത്തനങ്ങളിൽ നമുക്ക് വായിക്കാൻ, അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ രാജകീയ സങ്കീർത്തനങ്ങളുടെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ദാവീദിനെയും ദാവീദിനോടുള്ളതായിരിക്കുന്ന, ദാവീദിൻ്റെ കുടുംബത്തോടുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ ഉടമ്പടികളെക്കുറിച്ച് പറയുന്ന സങ്കീർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം സങ്കീർത്തനങ്ങൾ നമ്മൾ എടുക്കുവാനും പറയുവാനായിട്ട്. അപ്പോൾ ഈ ഉടമ്പടിയുടെ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ രാജകീയ സങ്കീർത്തനങ്ങളും നമുക്ക് സഭകളിൽ വായിക്കാനായിട്ട് സാധിക്കുന്ന സങ്കീർത്തനങ്ങൾ തന്നെയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ട്രസ്റ്റ്, ആശ്രയത്തിൻ്റെ സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ ആ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഏതെങ്കിലുമൊക്കെ വാക്യങ്ങളിൽ ഞാൻ നിന്നിൽ ആശ്രയം വയ്ക്കുന്നുവെന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്നോ ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ ആശയം വരുന്ന പ്രസ്താവനകൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിലുള്ള ഒരു വ്യക്തിയുടെ ആശ്രയത്തെ പ്രകടമാക്കുന്ന സങ്കീർത്തനങ്ങളാണ് 57, 61, 62, 63, 68, 69, 71, 73, 77. അത് ലിസ്റ്റ് ഒരുപാടുണ്ട്, അവിടെ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സങ്കീർത്തനങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ സങ്കീർത്തനങ്ങളൊക്കെ ആ നിലയിൽ ദൈവത്തോടുള്ളതായിരിക്കുന്ന വിധേയത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ ഔന്നത്യത്തെയും ശ്രേഷ്ഠതയും മുറുകെ പിടിച്ചുകൊണ്ട് അവർ പറയുന്ന സങ്കീർത്തനങ്ങളാണ്. വിശ്വാസത്താൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളൊക്കെ, അങ്ങനെയൊക്കെയുള്ള സങ്കീർത്തനങ്ങൾ നമുക്ക് എടുത്ത് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ജ്ഞാനസങ്കീർത്തനങ്ങളാണ്. അപ്പോൾ ഈ തനിതിരിവുകളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ബൈബിൾ പഠിച്ചിട്ടുള്ള ചില ആളുകൾ തിരിച്ചിട്ടുള്ള തിരിവുകളാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു 7-8 തിരിവുകളാണ് നടത്തിയത്. എന്നാൽ വേറെ ചില ആളുകൾ 20-ആയിട്ടും 30-ആയിട്ടും ഒക്കെ തിരിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് പറയുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എങ്കിലും പൊതുവിൽ പറയുന്ന ചില തിരിവുകളാണ് ഞാനിത് പറയുകയുണ്ടായത്. അപ്പോൾ അതിൽ ജ്ഞാനസങ്കീർത്തനം, അല്ലെ വിസ്ഡം സാംസ് എന്ന് പറയും, വിസ്ഡം സാംസ് 1-ാം സങ്കീർത്തനം, 15-ാമത്തെ സങ്കീർത്തനം, 36, 37, 49,
73, 112, 119. 119 എല്ലാ വാക്യങ്ങളൊന്നും അങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും കുറേയൊക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സങ്കീർത്തനത്തിൽ ഈ പറയുന്ന ഭാഗങ്ങളുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ജ്ഞാനസങ്കീർത്തനം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് മുഖാന്തരമായിരിക്കുന്ന ദൈവവചനത്തെയും ദൈവവചനത്തിൻ്റെ പ്രത്യേകതയും, ഇനി യഹൂദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ തോറ, ന്യായപ്രമാണം, അതിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളായിരിക്കും ഈ ജ്ഞാനസങ്കീർത്തനങ്ങളിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടും നമ്മളതും വായിക്കുന്നതിനകത്ത് തെറ്റൊന്നും നമുക്ക് പറയാനായിട്ട് ഇല്ല. പിന്നെയുള്ളത് എന്താണ്, നമുക്ക് അങ്ങനെ വായിക്കാനായിട്ട് അത്രത്തോളം പ്രോത്സാഹിപ്പിക്കാത്ത ചില സങ്കീർത്തനങ്ങളാണ് ഞാൻ മുമ്പേ വായിച്ചതുപോലെയുള്ളതായിരിക്കുന്ന സങ്കീർത്തനം. ഇംബ്രിക്കേറ്ററി സാംസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിനെ ശാപസങ്കീർത്തനം എന്നാണ് ഞാൻ എൻ്റെ മലയാളം നോക്കിയപ്പോൾ കണ്ടത്. കുറച്ചുകൂടി അതിനെ വിശദമായിട്ട് പറഞ്ഞാൽ ന്യായവിധിക്കും പ്രതികാരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനങ്ങളാണത്. ആ സങ്കീർത്തനങ്ങളും അതിൽ തന്നെ തെറ്റല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ വായിച്ച സങ്കീർത്തനം 137 ഉദാഹരണമായിട്ട് ഞാൻ വായിച്ചു. നിൻ്റെ കുഞ്ഞുങ്ങൾ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ, നിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രാർത്ഥന ഒന്നും സ്വന്തം ശത്രുവിനെതിരെ അല്ല. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുക നമ്മുടെ സ്വന്തം ശത്രുവിനെതിരെയായി പോകും. അപ്പോൾ പക്ഷേ സങ്കീർത്തനൻ ഒരിക്കലും തൻ്റെ സ്വന്തം ശത്രുവിനെതിരെയല്ല, ഒന്നുകിൽ താൻ പ്രാർത്ഥിച്ചത് തൻ്റെ രാജ്യത്തിൻ്റെ ശത്രുവിനെതിരെയാണ്, അല്ലെങ്കിൽ ദൈവിക പദ്ധതികൾക്കെതിരെ നിൽക്കുന്ന ശത്രു, അതിനെതിരെയാണ് ഈ സങ്കീർത്തനൻ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊരിക്കലും പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളതായിരിക്കുന്ന ശത്രുവിനെതിരെയുള്ള പ്രയോഗങ്ങളല്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അത് ഇന്ന് ആവശ്യമുള്ള കാര്യമല്ലേ? ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ നിൽക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും ദൈവം തടയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് ഒരു സ്തോത്രസ്തുതി സങ്കീർത്തനമല്ല, അത് നമ്മൾ പൊതുവെ ഒരു ഇംപ്രിക്കേറ്ററി പ്രയറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കാവുന്ന സങ്കീർത്തനങ്ങളാണ്. അത് നമ്മൾ പൊതുവെ അങ്ങനെ സഭായോഗങ്ങളിൽ അധികം വായിക്കാറില്ല. 5, 10, 17, 35 ഇങ്ങനെ പോകുന്ന കുറേ സങ്കീർത്തനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ ചില സങ്കീർത്തനങ്ങളെയൊക്കെ ചില ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു സങ്കീർത്തനം മുഴുവൻ വായിക്കണമെന്നില്ല, 5 വാക്യമോ 10 വാക്യമോ വായിച്ചാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ചില സങ്കീർത്തനം എടുത്തു കഴിയുമ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 8ാമതുള്ളത് ഞാൻ പറയുന്നത് മശീഹ സങ്കീർത്തനങ്ങളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പോയി. അതിൽ മശീഹ ദാവീദിൻ്റെ വംശത്തിൽ വരും, അതുപോലെ മശീഹയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, അവൻ്റെ പേരെന്തൊക്കെയാണ്, അതുപോലെ അവൻ്റെ മിനിസ്ട്രി എന്താണ്, അതുപോലെ അവനെ ഒറ്റിക്കൊടുക്കുന്നത്, അവൻ്റെ മരണം, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന വിഷയങ്ങളാണ് മശീഹ സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ചും അവൻ്റെ ഔന്നത്യത്തെക്കുറിച്ചും അവൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും പറയുന്നതായിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. ആ സങ്കീർത്തനങ്ങളുമൊക്കെ നമുക്ക് വായിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. കാരണം നമ്മുടെ സഭായോഗങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എന്താ, കർത്താവിനെ ഉയർത്തുക എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമുക്ക് വായിക്കാവുന്ന സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് സ്തോത്ര സ്തുതി സങ്കീർത്തനങ്ങൾ, ജ്ഞാന സങ്കീർത്തനങ്ങൾ, ക്രിസ്തുവിൻ്റെ രാജ്യത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന സങ്കീർത്തനങ്ങൾ, ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ നമ്മളെടുത്ത് സഭായോഗങ്ങളിൽ വായിക്കുന്നത് അത് കൂടുതൽ അനുഗ്രഹമായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ വളച്ചൊടിച്ച് നമ്മളങ്ങനെ വളരെ വിഷമിച്ചൊക്കെ സങ്കീർത്തനങ്ങൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ പറയാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഏത് സങ്കീർത്തനവും നമുക്ക് പറയണമെങ്കിൽ അതിനുള്ള ഒരുക്കം വേണം. ആദ്യം സങ്കീർത്തനം വായിക്കണം, വായിച്ച് നോക്കിയിട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം, അവിടെ ദൈവത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ കുറച്ച് ചിന്തിച്ച് നമ്മൾ പറയാനായിട്ട് തയ്യാറാവുകയാണ് എങ്കിൽ ഏത് സങ്കീർത്തനം പറയാനായിട്ട് പറ്റും. ശനിയാഴ്ച വൈകുന്നേരമോ ഞായറാഴ്ച രാവിലെയോ സങ്കീർത്തനം സെലക്ട് ചെയ്തിട്ട് സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി കർത്താവേ ഞാൻ ഒരുങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ വായി തോന്നുന്നു പറയാൻ പോകാമെന്ന് പറഞ്ഞ് പറയാനായിട്ട് പോയാൽ ആർക്കും ഒരു ആത്മീയ വർധനയും ഉണ്ടാവുകയില്ല, ആർക്കും സ്തുതിക്കാനും ഒന്നും കിട്ടില്ല, ആർക്കും അതിനകത്തുനിന്ന് ഒരു നന്മയും കിട്ടുകയില്ല. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ ഒരുങ്ങി, സംഗീതം വായിക്കേണ്ട സഹോദരന്മാർക്കൊക്കെ നേരത്തെ അറിയുമല്ലോ, ഒന്നെങ്കിൽ തലയാഴ്ച പറയും, ചില സഭകളിലാണ് 1 മാസം മുമ്പേ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഒരുങ്ങാം. ഇനി ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും സങ്കീർത്തനം വായിക്കണം എന്നുള്ളത് നേരത്തെ അറിയാമല്ലോ, ഒരു സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ അടുത്ത സങ്കീർത്തനം നിങ്ങൾ വീട്ടിൽ പോയി ഒരുങ്ങി വെച്ചേരെ, ആവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. നേരത്തെ തന്നെ ഒരുങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് ഏത് സങ്കീർത്തന ശുശ്രൂഷയും വളരെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത്, നമ്മൾ സങ്കീർത്തനം സഭായോഗത്തിലിങ്ങനെ വായിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ്, 100-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് അതിന് ഉത്തരം പറഞ്ഞത്. എന്തായിരുന്നു? സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ നന്ദിയോടും കൂടെ അവൻ്റെ പ്രാകാരങ്ങളിൽ നാം പ്രവേശിക്കുക. അപ്പോൾ സഭായോഗത്തിൽ പ്രാർത്ഥന വേണ്ടേ? വേണം. അതിനുള്ള സമയം ഇതല്ല, ആയില്ല. പ്രാർത്ഥിക്കാൻ വേറെ സമയം. സ്തോത്രത്തോട് നമ്മളൊന്നാണ് കിടക്കുന്നേ ഉള്ളൂ. ആ കിടക്കാൻ സ്തോത്രവും സ്തുതിയും നന്ദിയും
ഒക്കെ വേണം. ആ നന്ദിയും സ്തോത്രവും സ്തുതിയും ഒക്കെ ഏതാണ് എന്താണ് എന്ന് നിശ്ചയിക്കുവാൻ ഈ സങ്കീർത്തനങ്ങൾ നമ്മെ സഹായിക്കും. എല്ലാ സങ്കീർത്തനങ്ങളും ഒരുപോലെ സഹായിക്കില്ല എന്നല്ലേ പറഞ്ഞത്. സങ്കീർത്തനം തന്നെ പല വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മളതിൽ നിന്ന് ചിന്തിക്കാനായിട്ടുള്ളത്. പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ നമുക്ക് വായിക്കാവുന്ന സങ്കീർത്തനങ്ങളും വായിക്കാൻ പാടില്ലാത്ത സങ്കീർത്തനങ്ങളും എന്നിങ്ങനെയുള്ള ഒരു ലിമിറ്റില്ല. ഏത് സങ്കീർത്തനങ്ങളും നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷേ അതേസമയം തന്നെ സങ്കീർത്തനം ഏത് ഇനത്തിൽപ്പെട്ട സങ്കീർത്തനമാണ് എന്ന് നോക്കി മാത്രമല്ല, നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമുക്ക് വളരെ പണ്ഡിതന്മാരായ ആളുകൾ, ഭക്തന്മാരായ ആളുകൾ അങ്ങനെ വകതിരിച്ച് വെച്ചിട്ടുള്ളത് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. പാട്ടുപുസ്തകം അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ പാട്ടുപുസ്തകത്തിൽ ആദ്യം കുറേ പാട്ടുകൾ സ്തോത്രഗീതങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ, പിന്നെ ആരാധനാ ഗീതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ കഷ്ടാനുഭവ ഗീതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം തിരിച്ച് ഒരേ പാട്ടുപുസ്തകത്തിലെ പാട്ടുകളെ വെച്ചിരിക്കുന്നത് പോലെ സങ്കീർത്തനങ്ങളെയും നമുക്കങ്ങനെ വിഷയം തിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം സങ്കീർത്തനം തിരഞ്ഞെടുക്കാൻ. സങ്കീർത്തനം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആരാണ് ഏത് സങ്കീർത്തനമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സഭയിൽ? എനിക്കറിയില്ല. ആ സങ്കീർത്തനം വായിക്കുന്ന ആളെ തന്നെ ഏൽപ്പിച്ചേക്കുകയാണോ? ഞാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സഭായോഗത്തിൻ്റെ സകല ഉത്തരവാദിത്വങ്ങളും ഉള്ളത് മൂപ്പന്മാർക്കാണ്. ഇപ്പോൾ സഭയിൽ അത് പറയാനായിട്ടുള്ള ആളില്ല എന്നുള്ളൊരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും? മൂപ്പന്മാർ പറയും. ഇതെല്ലാം മൂപ്പന്മാരാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നല്ല, എന്നാൽ അവരുടെ ഉത്തരവാദിത്വമാണത്. സങ്കീർത്തനം ശരിയായ സങ്കീർത്തനം തിരഞ്ഞെടുത്തു, വേണ്ടതുപോലെ അത് പറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് മൂപ്പന്മാരാണ്. പക്ഷെ മൂപ്പന്മാർ സ്വയം ചെയ്യുന്നതിന് പകരം, സ്വയം ചെയ്യാൻ അവർ തയ്യാറാണ്, ചെയ്യും ആവശ്യം വരുമ്പോൾ. എന്നാൽ അതുപോലെ തന്നെ സഭയിലെ മറ്റ് യോഗ്യരായ സഹോദരന്മാരെ അതിനായിട്ട് പ്രോത്സാഹിപ്പിച്ച് തയ്യാറാക്കി അവരെ അതിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ മൂപ്പന്മാരാണ് സങ്കീർത്തനം പ്രസംഗവും കഷ്ടാനുഭവ പ്രസംഗവും എല്ലാറ്റിനും ആളുകളെ തയ്യാറാക്കി ഡെലിഗേറ്റ് ചെയ്യുന്നത്, അവരെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ആ സഹോദരൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കാണ് ഉത്തരവാദിത്വം. അപ്പോൾ ആ രീതിയിൽ അതിന് ചെയ്യുമ്പോൾ സഹായകരമായ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാം, സഹോദരനാണ് അടുത്ത ആഴ്ച സങ്കീർത്തനം വായിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്, സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ സഹോദരന്മാർ ഏത് സങ്കീർത്തനം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് മൂപ്പന്മാരറിയണം. അതിൽ നിന്ന് എന്താ പറയാൻ പോകുന്നത് എന്നുള്ളതും അറിയണം. അത് അങ്ങനെയുള്ള ഒരു ധാരണയിലാണ് ഇതങ്ങനെ മൂപ്പന്മാർ അറിയുന്നുണ്ടെന്നുള്ളത് എല്ലാവരും അറിയുമൊന്നും വേണ്ട. പക്ഷേ അത് അവരുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് അവരത് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. ഇത്രയും പറഞ്ഞ് ഈ സെഷൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്.